പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തത്സമയം നമ്മുടെ സമൂഹമാകെ ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. എല്ലാവരുടെയും അനുമതിയോടെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയിക്കുന്നു. കേരളത്തിലെ പൊതു സാഹചര്യം പരിശോധിച്ചാൽ കേരളത്തെ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ പ്രത്യേകമായി തന്നെ പുകഴ്ത്താറുണ്ട്. വലിയ തോതിൽ നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായാണ് അത്തരത്തിലൊരു പ്രത്യേക സാഹചര്യം നമുക്ക് നേടാൻ കഴിഞ്ഞത്. ഇത് ഒരു രംഗം വിദ്യാഭ്യാസ രംഗമാണ്. വേറെയും രംഗങ്ങളുണ്ട് നമുക്കറിയാം. പക്ഷേ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധിക്കപ്പെട്ട ഒന്ന്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലൊരു അംഗീകാരം കേരളം നേടുമ്പോൾ അത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ദേശീയ തലവും അന്താരാഷ്ട്ര തലവുമെല്ലാം അംഗീകരിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാലയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ സർക്കാരും എയ്ഡഡുമായിട്ടുള്ള സ്ഥാപനങ്ങൾ. ഈ പറയുന്ന യശസ് നേടാൻ കഴിഞ്ഞത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. നിങ്ങളെ തലമുറയല്ല, അതിന് തൊട്ട് മുൻപുള്ള തലമുറയുടെ ഘട്ടം, ഇപ്പം നിങ്ങളുടെ എല്ലാം മാതാപിതാക്കന്മാർ പഠിച്ചു വരുന്ന ഘട്ടം, അവർ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലാണ് പഠിച്ചത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചിന്തിക്കാനില്ല. അപ്പോൾ പൊതുവിദ്യാലയത്തിൻ്റെ പ്രവർത്തന ഫലമായാണ് കേരളത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ യശസ് നേടാൻ കഴിഞ്ഞു. എന്നാൽ കാലം മാറുന്നു, ആവശ്യങ്ങൾ കൂടുന്നു. വിദ്യാഭ്യാസ രംഗത്ത് തന്നെ കാലാനുസൃതമായ മാറ്റങ്ങൾ വേണ്ടതായിട്ട് വരുന്നു. അതിലൊന്ന് പ്രൊഫഷണൽ കോളേജുകളുമായിട്ടുള്ള രംഗമായിരുന്നു. പ്രൊഫഷണൽ കോളേജുകളുടെ രംഗത്ത് ഗവൺമെൻറ് ഉടമയിലുള്ള പ്രൊഫഷണൽ കോളേജുകളുണ്ടായിരുന്നു. പക്ഷെ ആവശ്യവുമായി തട്ടിച്ചു നോക്കിയാൽ നമുക്ക് വേണ്ടത്ര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ആശയം, ഇവിടെ പഠിക്കേണ്ട കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാനിട വരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ
സ്വാശ്രയ കോളേജുകൾ, സെൽഫ് ഫൈനാൻസ് സ്ഥാപനങ്ങൾ വലിയ തോതിലുണ്ട്. നമുക്കും അതായിക്കൂടെ? ഈ ഒരാശയം കേരളീയ സമൂഹത്തിൽ വന്നു. ആ ആശയത്തിന് ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ രൂപം കൊടുക്കും. ആ രൂപം കൊടുക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആദരണീയനായ AK ആന്റണി കഴിഞ്ഞ ദിവസം സ്വാശ്രയ രംഗത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിശക്തമായി ആക്ഷേപിക്കുകയാണ് ചെയ്തത്. ഇത് സതുദ്ദേശപരമായി ചെയ്തതായിരുന്നു. ആദ്യത്തെ ഇടപെടൽ സതുദ്ദേശപരമാണ്. കാരണം സർക്കാരിൻ്റെ കയ്യിൽ വേണ്ടത്ര കാശില്ല, കുറച്ച് സ്ഥാപനങ്ങൾ വരട്ടെ. അന്നൊരു സിദ്ധാന്തവും അതിൻ്റെ ഭാഗമായി വന്നിരുന്നു. ഒരു സ്വാശ്രയ സ്ഥാപനത്തിൽ 50% സർക്കാർ വിദ്യാലയങ്ങളിൽ, സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന തരത്തിൽ പഠിക്കാൻ കഴിയും കുട്ടികൾക്ക്. അപ്പം അങ്ങനെ വന്നാൽ 2 സ്വാശ്രയ കോളേജുകൾ സമം ഒരു സർക്കാർ സ്ഥാപനം എന്നൊരു സിദ്ധാന്തവും ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. സ്വാശ്രയ സ്ഥാപനങ്ങൾ ഇത്തരമൊരു മനോഭാവത്തോടെയാണ് നൽകിയതെങ്കിലും ഗവൺമെൻറ് അന്ന് നൽകുമ്പോൾ ആ ഗവൺമെൻറ് ഉദ്ദേശിച്ചത് ഇതേ നിലയിൽ കാര്യങ്ങൾ തുടരുമെന്നാണ്. അതുകൊണ്ടൊരു ജെന്റിൽമാൻ അഗ്രിമെൻ്റാണ് ഉണ്ടായത്, എഴുതപ്പെട്ട കരാറല്ല. പക്ഷെ പിന്നെ മാറി കാര്യം. മാറുന്നത് ഈ വന്ന മാനേജ്മെൻറ്റുകളുടെ മനോഭാവത്തിലെ മാറ്റമുണ്ട്. മൊത്തമായി രാജ്യത്തെ സാഹചര്യത്തിൽ മാറ്റം വരുന്നത്, രാജ്യത്തിൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുന്നത്. രാജ്യത്തിൻ്റെ മനോഭാവത്തിൽ വന്ന മാറ്റം ആഗോളവൽക്കരണ നയം രാജ്യം അംഗീകരിച്ചു എന്നുള്ളതാണ്. ആഗോളവൽക്കരണ നയം അംഗീകരിച്ചതോടെ ഇത്തരം കാര്യങ്ങളിലെല്ലാം മാറ്റം വന്നു. ജുഡീഷ്യറിയുടെ സമീപനത്തിലും മാറ്റം വന്നു. നേരത്തെ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നേടുന്ന കുട്ടികൾ സർക്കാർ സ്ഥാപനങ്ങളിലെ എല്ലാ ആനുകൂല്യങ്ങൾക്കും അർഹരാണ് എന്ന് ഉറച്ച് പറഞ്ഞ അതേ കോടതി, അതായത് സുപ്രീം കോടതി, പിന്നെ ഇതിനെ ഒരു വാണിജ്യ സ്ഥാപനമായി കണക്കാക്കുന്നതിലേക്ക് അതോടെ മാറി. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നത് മുഴുവൻ സർക്കാർ ഉടമസ്ഥതയിലല്ല. ഈ പറയുന്ന മികവ് നേടുമ്പോൾ ആ മികവിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിന് മാത്രം അവകാശപ്പെട്ടതല്ല. നമ്മുടെ കേരളത്തിൽ അത്രയധികം എയ്ഡഡ് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് മുൻപ് സ്വകാര്യ വിദ്യാലയങ്ങൾ എന്ന് പറയാം, പിന്നെയാണ് എയ്ഡഡായി മാറുന്നത്. ആ സ്വകാര്യ വിദ്യാലയങ്ങൾ കൂടി പങ്കുവച്ചതാണ്. അതിലെ വ്യക്തികൾ, കുടുംബങ്ങൾ, സംഘടനകൾ, ചില പ്രത്യേക പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെയെല്ലാം ഉള്ളവർ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ആരും ഒരു ചില്ലിക്കാശ് അതിൽ നിന്ന് ഇങ്ങോട്ടെടുക്കുക എന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നടത്തിക്കൊണ്ടുപോകാൻ വിഷമാണ്. എങ്ങനെയെങ്കിലും ആ നടത്താനുള്ള കാശ് അതിലിടുക എന്നതായിരുന്നു മാനേജ്മെൻറ്റ് സ്ഥാനം വഹിക്കുന്നവരെല്ലാം ചെയ്തിരുന്നത്. പക്ഷേ സ്വാശ്രയ കോളേജുകൾ വന്നതോടെ
വിദ്യാഭ്യാസ സ്ഥാപനം എന്നത് ഒരു ലാഭമുണ്ടാക്കാൻ പറ്റുന്ന സ്ഥാപനമാണ് എന്ന കണക്കുകൂട്ടലിലേക്ക് ആളുകൾ മാറി. നേരത്തെ നാടിനോടുള്ള താല്പര്യം, സമൂഹത്തോടുള്ള താല്പര്യം, ഇവിടെ കുട്ടികൾ പഠിക്കട്ടെ, ഒരു നല്ല കാര്യം, ഒരു സ്ഥാപനം ഞാൻ തുടങ്ങുന്നു അല്ലെ ഞങ്ങൾ തുടങ്ങുന്നു എന്ന നിലയിൽ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാനത്ത് ഞാൻ ഇന്ന് നടത്തുന്ന കച്ചവടം ഇത് ഒരു അബ്കാരി കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക. ഞാൻ അബ്കാരിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വലിയ ലാഭം വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയാൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുകയാണ്. കാണാൻ കഴിയും നമുക്ക്. സമൂഹത്തിൻ്റെ താല്പര്യമല്ല, വിദ്യാർത്ഥികളുടെ താല്പര്യമല്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതങ്ങ് വ്യാപകമായി. അത് പ്രീ പ്രൈമറി തരം തൊട്ടങ്ങ് ആരംഭിച്ചു. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ നിയമത്തിലൊക്കെയുള്ള ചില പ്രത്യേക സൗകര്യങ്ങൾ ഉപയോഗിച്ച് നല്ലതുപോലെ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു. ഇത് ഇപ്പോൾ നമ്മൾ മലയും കീഴിലാണല്ലോ നിൽക്കുന്നത്. ഇപ്പോൾ മലയും കീഴിൽ ഒരു ചായക്കട തുടങ്ങുന്ന വിചാരിക്കുകയാണ്. ചായക്കട തുടങ്ങുന്നതിന് പഞ്ചായത്തിൻ്റെ ഒരു അനുമതി ഉണ്ടാവും, ആ കട തുടങ്ങുന്നതിന് അനുമതി ഉണ്ടാവും. തട്ടിക്കൂട്ടി ഒരു സ്കൂൾ ആരംഭിക്കുമ്പോൾ ഇവിടെ ആരുടെയും അനുമതി വേണ്ടിയിരുന്നില്ല എന്ന നിലയെ. പിന്നെ ലാഭത്തിൽ കണ്ണുവെച്ചുള്ള പ്രവർത്തനം വരുമ്പോൾ അതിന് പറ്റുന്ന തരത്തിലുള്ള നീക്കങ്ങൾ വരും. ഇത് വ്യാപകമായി. അതിൻ്റേതായ ആളെ മയക്കുന്ന ഏർപ്പാടുകളും വന്നു. എല്ലാം പല വിദ്യകളുണ്ട്. ഇതിൻ്റെ ഫലം എന്താ? പൊതുവിദ്യാലയത്തിൽ നിന്ന് പഠിച്ച് നല്ല നിരക്ക് ഉയർന്നു വന്ന ആളുകളടക്കം തങ്ങളുടെ മക്കളെ ഈ പറയുന്നിടത്ത് അയച്ചാലേ ഗുണം പിടിക്കൂ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്ക് എന്ത് സംഭവിച്ചു? കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ 50 വർഷം 100 വർഷമൊക്കെ പഴക്കമുള്ള വിദ്യാലയങ്ങളാണല്ലോ. വലിയ പഴക്കമുള്ളതാണല്ലോ മിക്കവാറും വിദ്യാലയങ്ങൾ. ആ മാനേജ്മെൻറ്റുകൾ കാലാനുസൃതമായി ഈ സ്ഥാപനങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പഴയൊരു കെട്ടിടം, പിന്നെ പഴയ കാലത്ത് ഇരിക്കാനുള്ള സൗകര്യം, ചെറിയ ബെഞ്ചൊക്കെ മതി. വളരെ ചെറിയ ബെഞ്ചിലൊക്കെയാണല്ലോ നേരത്തെ ഈ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച കുട്ടികൾ ഇരുന്നിട്ടുണ്ടാകും. അതായത് സൗകര്യങ്ങൾ വളരെ കുറവാണ്. എന്നാൽ അക്കാദമിക് മികവ് നോക്കിയാൽ അക്കാദമിക് മികവിൽ ഈ പൊതുവിദ്യാലയങ്ങൾ തന്നെയാണ് മികച്ചു നിൽക്കുന്നത്. കാരണം അതിന് ചില കടിഞ്ഞാണുകളുണ്ട്. ഗവൺമെൻറ് സ്കൂളുകളിൽ PSC റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. മറ്റതിലും എയ്ഡഡ് സ്ഥാപനങ്ങളിലും യോഗ്യതയുള്ളവർ തന്നെയാണ് നിയമിക്കപ്പെടുന്നത്. പ്രശസ്തി അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾക്കായി. പിന്നെ കുട്ടികളെ ആകർഷിക്കാനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി. ഇന്നിപ്പോ നമ്മുടെ കുറച്ച് അപ്പുറത്തുള്ള ഒരു സ്കൂളിലായാലും നടന്നു പോകാനല്ല നമുക്ക് ആർക്കും താല്പര്യം. അതിന് വാഹനം വന്ന്
നിൽക്കുക. വേണമെങ്കിൽ ഒരു 10 മണിക്ക് ആരംഭിക്കുന്ന ക്ലാസ്സിന് ഒരു 7:30 തന്നെ കുട്ടീനെ വാഹനത്തിൽ കയറ്റുക. ഈ ലോകം മുഴുവൻ ചുറ്റി ഒരു 9:45 ആ വാഹനം സ്കൂളിലേക്ക് എത്തുക. എന്നാൽ ചില മാറ്റങ്ങൾ, വാഹനത്തിൽ പോകുന്നു, ഉടുപ്പിൽ നല്ല മാറ്റം വന്നിരിക്കുന്നു. ഈ മറ്റേ സ്കൂളിൽ പോകും പോലെയല്ല, ഇതിന് ആകർഷകമായ ഉടുപ്പുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള മാറ്റങ്ങൾ മൊത്തത്തിൽ പൊതുവിദ്യാലയങ്ങളെ അല്പം ബാധിക്കുകയാണ് ചെയ്തു. അപ്പോൾ വലിയ അഭിപ്രായങ്ങൾ ഇതിനെതിരെ വന്നു. പൊതുവായ വിദ്യാഭ്യാസ സംരക്ഷണക്കാരൊക്കെ ഈ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നതിനെതിരെ വലിയ തോതിൽ ശബ്ദിച്ചിട്ടുണ്ട്. പക്ഷേ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ പിന്നീടും ഉയർന്നു വരികയാണ്. അപ്പൊ ഇവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആലോചന ആരംഭിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആലോചന ആരംഭിച്ചു എന്നതാണ് വസ്തുത. എന്തുകൊണ്ടാണ് പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചവരടക്കം അവരുടെ വീട്ടുമുറ്റത്ത് അവർ പഠിച്ച സ്കൂൾ ഉണ്ടാവുമ്പോൾ ആ സ്കൂളിൽ കുട്ടിയെ അയക്കാതെ ഈ പറയുന്ന അൺഎയ്ഡഡ് സ്ഥാപനത്തിലേക്ക് അയക്കുന്നത്? പൊതുവിദ്യാലയങ്ങൾക്ക് കാലാനുസൃതമായി ഉണ്ടാകേണ്ട പുരോഗതി ഉണ്ടായില്ല എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാന ഘടകം. അവിടുന്നാണ് പൊതുവിദ്യാലയങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. പൊതുവിദ്യാലയങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിന് നേതൃത്വം നൽകാൻ നമ്മുടെ സംസ്ഥാനത്ത് മാതൃകാപരമായ രീതിയിൽ തന്നെ ആ രംഗത്ത് പ്രവർത്തിച്ച ഒരാളെ നമുക്ക് ലഭിക്കുകയും ചെയ്തു. അതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുൻപ് MLA എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളെയും ഒരു പ്രത്യേക രീതിയിൽ കാലാനുസൃതമാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. അതിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ആരംഭിച്ചു? അതിതുകൊണ്ടാണ്. ഇതിൻ്റെ ഉദ്ദേശം ഏതെങ്കിലും ചിലതിനെ ഏറ്റവും വലിയ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കലല്ല. അതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. അത് പിന്നെ സാധാരണഗതിയിൽ നമ്മൾ ചിലത് ചെയ്യും. ചില സ്ഥാപനങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. നമുക്കിവിടെ എല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളാവുകയാണ് വേണ്ടത്. അതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളാവുക എന്ന് പറയുമ്പോൾ അത് 1-ാം തരം മുതൽ അല്ലെങ്കിൽ പ്രീ പ്രൈമറി തലം മുതൽ ആരംഭിക്കണം. നിർബന്ധമായും 1-ാം തരം മുതൽ ആരംഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി അത് വ്യക്തമാക്കി. അക്കാദമിക് രംഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പശ്ചാത്തല സൗകര്യ രംഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഈ പ്രവർത്തനം. ഇതിൻ്റെ ഭാഗമായി 1 മുതൽ 12 വരെ വിദ്യാർത്ഥികൾ പുതിയ രീതിയിലുള്ള പഠന സമ്പ്രദായങ്ങൾ സ്വീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നുള്ളതാകെ ഉടച്ചു വാർക്കുന്നു എന്നല്ല. സ്കൂളുകൾ പശ്ചാത്തല സൗകര്യം കാലാനുസൃതമാക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് ചില സ്കൂളുകളിൽ ചെന്നാൽ ആവശ്യത്തിനുള്ള പല സൗകര്യവുമില്ല.
ഇപ്പൊ കുട്ടികളുണ്ട്, ആവശ്യത്തിനുള്ള ശുചിമുറിയില്ല, ലാബില്ല, ലൈബ്രറി ഇല്ല. ഇങ്ങനെയുള്ള പല സൗകര്യങ്ങളും ഓടി ഒതുങ്ങേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നല്ല പരിജ്ഞാനം ലഭിക്കണം. ക്ലാസ് മുറികൾ തന്നെ വലിയ തോതിൽ മാറണം. അപ്പോൾ ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളാകുകയും സ്കൂളുകൾ മൊത്തത്തിൽ ഹൈടെക്കായി മാറുകയും അതിന് പറ്റുന്ന തരത്തിലുള്ള പശ്ചാത്തല സൗകര്യം വർദ്ധിക്കുകയും, ഇതിനെല്ലാം സർക്കാരിൻ്റെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ കയ്യിൽ ഇതിന് മുഴുവനായിട്ടുള്ള കാശൊന്നുമില്ല. പക്ഷേ നമുക്ക് അസാധ്യമായൊരു കാര്യമല്ല ഇത്. കാരണം ഓരോ സ്കൂളും നിരവധി വർഷങ്ങളായി നിലനിൽക്കുകയാണ്. അവിടെ പഠിച്ചിറങ്ങിയവരുണ്ട്. അവരാ സ്കൂളിനെ അങ്ങേയറ്റത്തെ മതിപ്പോടെയാണ് കാണുന്നത്. ഇന്ന് എവിടെ എത്തി നിൽക്കുന്നവരായാലും ആ എത്തുന്നതിന് അടിത്തറയിട്ടത് ആ സ്കൂളാണ് എന്നവർ കാണുന്നുണ്ട്. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ, ആ സ്ഥാപനത്തിൻ്റെ അധ്യാപക രക്ഷാകർതൃ സമിതി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, MLAയും MP യും, ഇതോടൊപ്പം ഇത്തരം നല്ല കാര്യങ്ങളെ സഹായിക്കാൻ നല്ല മനസ്സുള്ള മറ്റൊട്ടേറെ പേർ, ഇവരെല്ലാം കൂടി ഇതിൻ്റെ കൂടെ ചേരണം. അപ്പൊ അതിന് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരു വിദ്യാലയത്തിന് വേണ്ടത് അത് മാതൃകയാക്കണം. അതിൽ കൂടുതലാക്കുന്നതിനൊരു പ്രയാസമില്ല. അവരവർക്ക് അതിന് ശേഷിയുണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷെ ചുരുങ്ങിയത് ഈ സൗകര്യങ്ങളെങ്കിലും വേണം. ഈ തരത്തിലേക്ക് നമ്മുടെ സ്കൂളുകൾ മാറണം. സ്കൂളുകൾ മാറുകയും സ്മാർട്ടും ഹൈടെക്കും ഒക്കെ ആവുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം നമ്മുടെ അധ്യാപകർ അവർ നല്ല യോഗ്യതയുള്ളവർ തന്നെയാണ്. പക്ഷേ ഏത് യോഗ്യതയുള്ളവർക്കും കാലാനുസൃതമായ പരിശീലനം നൽകിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ നാട്ടിലെ പൊതുവിൽ ആ കാര്യത്തിൽ കുറവുണ്ട്. അത് അധ്യാപന രംഗത്ത് മാത്രമല്ല മറ്റു രംഗങ്ങളിലുമുണ്ട്. അപ്പോൾ കാലാനുസൃതമാകണം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻ സർവീസ് കോഴ്സുകൾ നല്ല നിരക്ക് അധ്യാപകർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അതിന് പ്രത്യേകമായി വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ശ്രദ്ധിക്കും. അതോടൊപ്പം കുട്ടിയിലാണ് കേന്ദ്രീകരിക്കുന്നത്. ആ കുട്ടി ശരിയായ രീതിയിൽ ഇതിൻ്റെ ഗുണഭോക്താവുന്നു എന്നുറപ്പ് വരുത്തണം. നമ്മുടെ സമൂഹത്തിൽ പല സാഹചര്യത്തിലുള്ള കുട്ടികളുണ്ട്. എല്ലാ കുട്ടികളെയും ശരാശരി നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. നേരത്തെ ചില പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു അനുഭവം, ഒരു 7ാം തരത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി പുസ്തകമെടുത്ത് വായിക്കാൻ പറഞ്ഞാൽ അത് തെറ്റുകൂടാതെ വായിക്കാൻ പറ്റുന്നില്ല. എഴുതാൻ പറഞ്ഞാൽ പിന്നെ പറയാനേ ഇല്ല. എഴുതുന്നത് വാക്കുകൾ ശരിയായ രീതിയിൽ എഴുതാൻ പറ്റുന്നില്ല.
ജില്ലാ കൗൺസിലുകൾ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നിലവിലുണ്ടായിരുന്നല്ലോ. ഒരു ജില്ലാ കൗൺസിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം ഉയർത്താനുള്ള പ്രവർത്തനം ഏറ്റെടുത്തപ്പോൾ നടത്തിയ ഒരു കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയൊരു മാറ്റമാണ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടായത്. ഇനി വരുന്ന പ്രായമുള്ളവര് അവിടെ നിന്നോട്ടെ, സൈഡിൽ ഇരുന്ന കുട്ടികളെ മാറ്റണ്ട. വൈകി വന്നവർ അവിടെ നിൽക്കട്ടെ തൽക്കാലം. നമ്മുടെ ആ പ്രവർത്തനത്തിന്റെ ഫലം അതിശയകരമായിരുന്നു. ആദ്യം ചെന്നപ്പോൾ വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമേ തെറ്റ് ഇല്ലാതെ എഴുതാൻ പറ്റുന്നവരുള്ളൂ. പക്ഷെ അതിശയകരമായ മാറ്റം വന്നു. ഒരു ഫോളോ അപ്പ് ഉണ്ടായപ്പോൾ, ഒരു തുടർ പ്രവർത്തനം ഉണ്ടായപ്പോൾ ഇതിന്റെ ഒരു ഗുണം അതാണ്. ഈ തുടർ പ്രവർത്തനം ഉണ്ടാകും, ഓരോ കുട്ടിയിലും കേന്ദ്രീകരിക്കപ്പെടും. കുട്ടികളുടെ ശരാശരി നിലവാരം ഉയർത്തുന്നതിനുള്ള കാര്യം ചെയ്യും. അതോടൊപ്പം പഠിപ്പിക്കുന്ന അധ്യാപകർ ഇന്നത്തെ കാലത്തിനനുസൃതമായ കൂടുതൽ കഴിവ് നേടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമാണ് ഇന്നിത്. എല്ലാ പൊതുവിദ്യാലയങ്ങളും സംരക്ഷിക്കപ്പെടണം. LP തൊട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ സ്ഥാപനങ്ങളുമാണ് ഈ യജ്ഞത്തിലുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം പ്രത്യേകമായി പരിശോധിക്കുന്നുണ്ട്. അത് അവഗണിച്ച് കളഞ്ഞിട്ടില്ല. കാരണം നമുക്ക് താല്പര്യവും ഈ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിക്കാനായിരിക്കുമല്ലോ. അപ്പോൾ ഇത് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് തത്സമയം. ഒരു കാരണം ഒരു ഇംഗ്ലീഷിനോടുള്ള കുറച്ചൊരു അതിർകവിഞ്ഞ പ്രതിപത്തി കൂടിയാണ്. നമ്മുടെ നാട്ടില് വിദ്യാഭ്യാസം എന്നത് വിദ്യാഭ്യാസം നടത്തി അത് കഴിഞ്ഞാൽ ജോലി സമ്പാദിക്കുക എന്നത് എല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും എങ്ങനെയുള്ള ജോലി നോക്കിയുള്ളത് വേറെ കാര്യം. പക്ഷെ അതൊരു ഉദ്ദേശമാണല്ലോ. നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി കേരളത്തിലെ കുട്ടിയാണെന്നുള്ളത് കൊണ്ട് മലയാളം ശരിക്ക് പഠിക്കണം. ഇംഗ്ലീഷും ഹിന്ദിയും കുട്ടി നിർബന്ധമായും അറിഞ്ഞിരിക്കുകയും വേണം. അതിലൊരു സംശയമില്ല. നല്ല രീതിയിൽ ഭാഷയിൽ കഴിവുണ്ടാക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ സംസ്ഥാനം വിട്ട് വലിയൊരു ഭാഗമാണല്ലോ വടക്കേ ഇന്ത്യ. അങ്ങോട്ടൊക്കെ പോയാൽ ഹിന്ദി നിർബന്ധമായിട്ട് വേണ്ടി വരും സംസാരിക്കാൻ. എവിടെയും ഇംഗ്ലീഷ് ഉപകരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ ഈ ഭാഷയുടെ കഴിവും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഭാഷാ സ്വാധീനം കുട്ടിക്ക് ആവശ്യമായ തരത്തിൽ ഭാഷാ സ്വാധീനം ഉണ്ടാകുന്നതിനുള്ള നടപടികളും ഇതിനോടൊപ്പം ഉണ്ടാകും. എന്നാൽ നമ്മുടെ കുഞ്ഞ് മലയാളം ഉപേക്ഷിക്കുന്നത് നല്ലതല്ല. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ആ മലയാളത്തിൽ തന്നെ കുട്ടി പഠിച്ചു വളരണം. അതോടൊപ്പം മറ്റു ഭാഷകളും പഠിക്കണം. ഇതാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പൊ തന്നെ മത്സര പരീക്ഷകളിൽ നല്ല വിജയം നേടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഓർക്കുന്നത് മലപ്പുറത്താണെന്ന് തോന്നുന്നു. നമ്മുടെ കഴിഞ്ഞ വർഷമാണ്, ഈ വർഷമല്ല, ഇതിന് മുമ്പിലത്തെ ഒരു വർഷം ഒരു മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റിൽ ഏറ്റവും വലിയ യോഗ്യത സമ്പാദിച്ച ഒരു കുട്ടിക്ക് ഒരു പൊതുപരിപാടിക്ക് ചെന്നപ്പോൾ, ഈ സ്ഥാനത്തുള്ളപ്പോഴല്ല മറ്റൊരു ഘട്ടത്തിൽ ഒരു പൊതുപരിപാടിക്ക് ചെന്നപ്പോൾ, ആ നാട്ടുകാരനാണ് കുട്ടി, ആ നാട്ടിലാണ് പരിപാടി. അവര് കുട്ടിക്കൊരു അവാർഡ് കൊടുക്കുന്നു. അത് കൊടുക്കാൻ പറഞ്ഞു.
കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുട്ടി സംസാരിക്കുമെന്ന് പറഞ്ഞു. ഈ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് കുട്ടി സംസാരിക്കുകയാണ്. അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ ഇവിടുത്തെ സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂള് നമ്മുടെ പൊതുവിദ്യാലയമാണ്. മലയാളത്തിലാണ് ഞാൻ കാര്യങ്ങൾ പഠിച്ചിരുന്നത്. അതുകൊണ്ട് യോഗ്യതയ്ക്ക് ഒരു കുറവും വരുന്നില്ല. ഇതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഒറ്റപ്പെട്ട ഉദാഹരണമല്ല, വേറെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഈ യജ്ഞവുമായി ബന്ധപ്പെട്ടുള്ള ആലോചനയിലാണല്ലോ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉള്ളത്. അങ്ങനെ അദ്ദേഹം നമ്മുടെ ഇതിനെ സഹായിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി അതിൻ്റെ ഭാരവാഹികളുമായി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു മണ്ഡലത്തിൽ ഒരു സ്കൂള് എൽ പി സ്കൂൾ, ഒരു എൽ പി സ്കൂള് ഈ കാലാനുസൃതമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അതായത് 140 സ്കൂൾ അവർ ഏറ്റെടുക്കുന്നതാണ്. പലരും ഇത്തരത്തിൽ മുന്നോട്ട് വരാൻ തയ്യാറാകും. അപ്പം അത്തരത്തിൽ മുന്നോട്ട് വരാൻ സന്നദ്ധതയുള്ളവരൊക്കെ മുന്നോട്ട് വരാൻ തയ്യാറാകണം എന്നാണ് ഈ ഘട്ടത്തിൽ പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ MLA പറഞ്ഞല്ലോ ഒരു പ്രത്യേക നില, ഈ കുന്നിൻ്റെ ഒരു പ്രത്യേകത. കുന്ന് പലയിടത്തും ഉണ്ട്, പക്ഷെ ഈ പ്രത്യേകത ഇവിടെയേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനെയൊരു പ്രത്യേകതയുള്ളത് കൊണ്ട് വിവിധ തരത്തിലുള്ള വിദ്യാലയങ്ങളാണല്ലോ കൂടിയിട്ടുള്ളത്, വിദ്യാലയ സമുച്ചയമാണല്ലോ. അപ്പോൾ ഈ വിദ്യാലയ സമുച്ചയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഇവിടെ ഒരു കലാകായിക സാംസ്കാരിക പാർക്ക് നിർമ്മിക്കുന്നതായിരിക്കും. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ സംസാരിക്കുകയായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.